കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചൊരു പാത്രത്തിലോട്ട് എടുത്തതാണ്. അതാണ് ചെറിയൊരു ഈർപ്പം. അത് സാരമില്ല, ഇരിക്കും തോറും ഇത് ഉണങ്ങും കേട്ടോ. കാരണം നമ്മൾ അതൊക്കെ ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 2-3 ദിവസത്തെ വേസ്റ്റ് ഇങ്ങനെ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കരിയിലയാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടുന്നതാണ് നല്ലത്. അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ വിശദമായിട്ട് പിന്നീട് കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കമ്പോസ്റ്റ് കിട്ടിയ വിധവും അത് വളമായിട്ട് ഇടുന്ന വിധവും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ചകിരി ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചകിരിച്ചോറിന് പകരം അത് ചകിരി ചെറുതായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ. ചിലർ അറക്കപ്പൊടി, നമ്മുടെ തടിയൊക്കെ അറക്കുന്ന അറക്കപ്പൊടി ഉണ്ടല്ലോ, അതിട്ടും കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഗുണം ഇതുപോലെ ചകിരിച്ചോറ് ചേർക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് ഇടാം. വേസ്റ്റ് ഇട്ടിട്ട് ചകിരി ഉണ്ടെങ്കിൽ ഇടാം. കുറച്ച് ഇല, ഞാൻ പറഞ്ഞല്ലോ, ഇല കഴിവതും ചെറുതായിട്ട് മുറിച്ചിടുന്നതാണ് നല്ലത്. അതുപോലെ വേസ്റ്റുകളാണെങ്കിലും കുറച്ചൊക്കെ മുറിച്ചിടാം. എന്ത് വേസ്റ്റും ഇതിനകത്ത്